വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ സർപ്രൈസ് മന്ത്രിയായി എത്തിയ ഒ.ജെ. ജനീഷിന്റെ ഔദ്യോഗിക വാഹനത്തിനും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. കൊടുങ്ങല്ലൂരിൽ നിന്നും നേടിയ ഭൂരിപക്ഷമാണ് ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പർ. ഒ.ജെ. ജനീഷിന് ഇത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു ആകസ്മിക സംഭവം കൂടിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ എം.പി. തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പുതിയ സർക്കാർ അധികാരത്തിലേറുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചർച്ചകളെന്ന് പറയുമ്പോൾ പുതിയ മന്ത്രിമാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അവരുടെ ഔദ്യോഗിക വസതി, സെക്രട്ടേറിയറ്റിലെ മുറിയുടെ നമ്പർ, ഇവയൊക്കെയാണ്. പക്ഷേ വി.ഡി. സതീശൻ സർക്കാർ അധികാരമേൽക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത് മന്ത്രി ഒ.ജെ. ജനീഷിന്റെ വാഹനത്തിലേക്കാണ്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന വാഹനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ നമ്പർ 10-ാം നമ്പറാണ്. സ്വാഭാവികമായും ഇതിഹാസ താരങ്ങളായിട്ടുള്ള മെസ്സിയുടെയും ഒപ്പം തന്നെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ എല്ലാം നമ്പർ 10 തന്നെയായിരുന്നു. ഒരുപക്ഷേ ഈ കായിക വകുപ്പ് മന്ത്രിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു യാദൃശ്ചികതയുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും കൗതുകം അതല്ല. വണ്ടിയുടെ വാഹന നമ്പർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ KL01CB 8308. ഇതിനൊരു കഥയുണ്ട്. ഇതിന് പിന്നിലും ഒരു യാദൃശ്ചികതയുണ്ട്. അതെന്താണ് നമുക്ക് മന്ത്രിയോട് തന്നെ നേരിട്ട് ചോദിക്കാം. അല്ല, അതിൻ്റെ പുറകിലെ യാദൃശ്ചിക എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എൻ്റെ ഭൂരിപക്ഷം 8308 അപ്പോൾ അതിനുശേഷം ഇവിടെ വന്ന് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യമായി ഔദ്യോഗിക വാഹനത്തിലേക്ക് വന്ന് കയറുമ്പോൾ എനിക്ക് അലോട്ട് ചെയ്ത വാഹനത്തിൻ്റെ നമ്പറും 8308. അത് ആകസ്മികമാണ് എങ്കിൽ കൂടി ഒരു ഭാഗ്യ നമ്പറാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി ലഭിച്ച സമയത്ത് ആദ്യം അത് ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ഇന്നലെ ആദ്യം ശ്രദ്ധിക്കുന്നത്. ഇന്നലെ എന്നോട് ആദ്യം നമ്മുടെ ആളുകളൊക്കെ കണ്ടു ഈ ഫോട്ടോ ഇട്ട സമയത്തൊക്കെ, സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന സമയത്തൊക്കെ നമ്മുടെ സഹപ്രവർത്തകർ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ടിരുന്നില്ല. അപ്പോൾ ഞാൻ കാണാതായപ്പോൾ ഇന്നലെ എൻ്റെ വൈഫിന് 1-2 ആളുകൾക്ക് മെസ്സേജ് പറയുക. അപ്പോൾ അതിനുശേഷം അവരാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ വണ്ടിയുടെ നമ്പറും ലീഡും കിട്ടിയ വോട്ടിൻ്റെ എണ്ണവും ഒരേ നമ്പറാണ്, 8308 തന്നെയാണ് പറഞ്ഞു. അപ്പോൾ ഞാനിന്ന് രാവിലെ അങ്ങനെ ഒന്നും കൂടി നോക്കുകയായിരുന്നു. പിന്നെ നമ്പർ 10 ഇനി ചേഞ്ച് ചെയ്യപ്പെടുമെന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം നമ്മളത് പല ആളുകൾ ആവശ്യപ്പെട്ട നമ്പറൊക്കെ തന്നെയാണ്. ഇത് ആകസ്മികമായിട്ട് തന്നെ വന്നതാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ ചേഞ്ച് ചെയ്യപ്പെട്ടേക്കാം. ചെയ്യപ്പെടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ പിന്നെ അനുകൂലമാകുന്ന ഇതുകൾ വകുപ്പുകളനുസരിച്ചിട്ട് ഇതിൻ്റെ നമ്പർ 10 ഒക്കെ എല്ലാവർക്കും താല്പര്യമുള്ള നമ്പറാണല്ലോ. ശ്രദ്ധിച്ചിരുന്നു നമ്പർ 10 എന്നുള്ളതും. നമ്പർ 10 ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായിട്ട് നമ്മളെപ്പോഴും കാണുമല്ലോ. എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ വിടുന്ന ഒരു നമ്പറല്ലേ. നമ്മൾ ഈ സ്പോർട്സൊക്കെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കാണുന്ന ആളുകളെ സംബന്ധിച്ച് നമ്പർ 10 എല്ലാവരും ഒരു മാജിക് നമ്പറല്ലേ. അപ്പോൾ നമ്പർ 10 ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ താഴത്തേക്ക് ഞാൻ നോക്കിയിരുന്നില്ല. ഈ 8308 ഞാൻ കണ്ടിരുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒരു കൗതുകമാണ്. മന്ത്രിയുടെ ജീവിതത്തിൽ ഒട്ടേറെ ഇത്തരത്തിൽ യാദൃശ്ചികത അങ്ങനെ പല ഘട്ടത്തിൽ സംഭവിച്ചിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു കാലം എൻ്റെ ഭാഗ്യമല്ല, നിർഭാഗ്യത്തിൻ്റെ ഒരു കാലമായിരുന്നു. അപ്പോൾ ഭാഗ്യനിർഭാഗ്യങ്ങളൊന്നുമല്ല, ഇതൊക്കെ ഒരു ആകസ്മികമായിട്ട് ഒന്നും സംഭവിക്കുന്ന പോലെയല്ല. അപ്പോൾ ഇതെങ്ങനെ ഒന്നെന്നുള്ള വലിയ വിഷയം തന്നെയാണ്. ഇതിപ്പോൾ ഈ നമ്പർ വേറെ ആർക്കെങ്കിലും അലോട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കൗതുകമില്ല. നമ്മൾ കാണാനേ പോകുന്നില്ല. ഈ വണ്ടിയുടെ നമ്പർ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോൾ ചർച്ചാ വിഷയം വാഹനവും അതിൻ്റെ നമ്പർ തന്നെയാണല്ലോ. ഇതിപ്പോൾ തുടരാൻ തീരുമാനിച്ചു. ആകസ്മികമായിട്ട് വന്ന ചർച്ചാ വിഷയമാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടി തന്നെ മാറില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് ഈ വണ്ടി തന്നെ മാറില്ല എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഒന്നുകൂടി വെരിഫൈ ചെയ്യണം. മാറില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ നമ്പറിൽ ചിലപ്പോൾ ചേഞ്ച് വന്നേക്കാം. ഇനി നേരത്തെ പറഞ്ഞുള്ള വകുപ്പ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ആ നമ്പറും കൂടി ഒന്ന് ആവശ്യപ്പെട്ടേക്കാം എന്ന് കണക്കാക്കുന്നു. ഓക്കെ. ഏതായാലും ആകസ്മികമായി സംഭവിച്ചതാണെങ്കിൽ കൂടിയും അതിലൊരു വലിയ ഭാഗ്യത്തിൻ്റെ കൂടി കഥയുണ്ട്. പ്രത്യേകിച്ചും ഒ.ജെ. ജനീഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ കാലം നീണ്ടുനിന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആ ഘട്ടങ്ങളെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നതും. ഏതായാലും പുതിയ മന്ത്രിസഭയിൽ മന്ത്രിമാരെല്ലാം തന്നെ ചാർജ് എടുക്കുമ്പോൾ അവരുടെ ഔദ്യോഗിക വാഹനത്തിൻ്റെ നമ്പർ ചർച്ചാ വിഷയമാകുമ്പോൾ അതിലേറ്റവും ചർച്ചാ വിഷയമാവുക ഒ.ജെ. ജനീഷിൻ്റെ ഈ 8308 എന്ന് പറയുന്ന ഈ വാഹനം തന്നെയായിരിക്കും. തിരുവനന്തപുരത്ത് നിന്നും MG മഞ്ജുഷിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.